ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ചക്ക വെച്ചിട്ടുള്ള വിഭവങ്ങളാണ് കേട്ടോ. രണ്ട് വിഭവം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോയത്. നമ്മളിത് ഉണ്ടാക്കുന്നത് രണ്ടും പഴയ കാലത്ത് ഉണ്ടാക്കിയിരുന്ന പോലത്തെ രുചിയിലാണ് കേട്ടോ. ഒന്ന് ചക്ക കൂട്ടാനും ഒന്ന് ചക്ക പായസം. അതെന്താ ചക്ക കിട്ടിയിട്ടുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടു തന്നതാണ് കേട്ടോ. മഴക്കാലത്തൊക്കെ ചക്ക കിട്ടിയിട്ട് പറഞ്ഞാൽ ഒന്നും പഴുപ്പിക്കാനൊന്നും പറ്റില്ല, മധുരം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എൻ്റെ വല്യമ്മയൊക്കെ വെക്കണ പോലത്തെ ആണ് വെക്കണത്. എൻ്റെ വല്യമ്മ അതിൻ്റെ കരുള് മാത്രമേ കളയുള്ളൂ കേട്ടോ. അതിന് പച്ച സാധനമില്ല, അതാണ് കരുള് പറയണത്. ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെ പറയാം, നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെ പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യും. അത് കരുള് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഞാൻ കണ്ടില്ലേ കൊത്തി കൊത്തി നുറുക്കാനൊക്കെ കൊത്തുക. എന്നിട്ട് അതിനെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരുവും ചോളയും ഒക്കെ ഞാനിതാ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ചോളയിലുള്ള കുരു മുഴുവൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ കുക്കറിലാണ് ഇട്ടിരിക്കുന്നത്. കുക്കറിൽ ഇട്ടതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കുക. വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. അത് നല്ല പൊടിയുള്ള ചക്കയാണ്, നല്ല പൊടിയുള്ള കുരുവാണ്. അപ്പോൾ അത് വേകണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കുകയുള്ളൂ. ഇനി അത് അടച്ച് വെച്ചതിന് ശേഷം ഞാനൊരു 3 വിസിൽ അടുപ്പിക്കുന്നുണ്ട് കേട്ടോ. 3 വിസിൽ അടിച്ചിട്ട് നമുക്കത് ഫ്ലെയിം ഓഫാക്കി വെക്കാം. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു അരപ്പുണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ട് ചെറിയ ജീരകം, ചെറിയ ഉള്ളി, കുറച്ച് കുരുമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോഴേക്കും കുക്കറൊക്കെ എയർ പോയി. അതിന് ശേഷം ഞാനിതാ തുറന്ന് നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം മൺചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. മൺചട്ടിയിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ അരപ്പും ചേർത്തിട്ട് ഇനി ഫ്ലെയിം ഓണാക്കിയിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ ചക്ക കൂട്ടാനും മത്തിക്കറിയാണ് ഏറ്റവും ബെസ്റ്റ്. ഇവിടെ മത്തി കിട്ടാനില്ല, അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കൊണ്ടാട്ട മുളകാണ് വറുത്തെടുക്കുന്നത്. അത് കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. കിട്ടാത്തപ്പോൾ ഉള്ളപ്പോൾ ഉള്ളതും കൊണ്ട് കാട്ടുക. അപ്പോൾ എനിക്കങ്ങനെ കഴിക്കണം തോന്നി, ഞാൻ അങ്ങനെ കഴിച്ചു. പിന്നെ എനിക്ക് കടുകും മുളകും കറിവേപ്പിലയും ഒക്കെ പാടെ ഒന്ന് തൂമിച്ചിട്ടിട്ടുണ്ട്. കിട്ടില്ലെന്നാണ്, ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനും മറന്നുപോകരുത്. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന ചക്ക പായസമാണ് കേട്ടോ. ഇതിപ്പോഴൊന്നും വെച്ചതല്ല, ഇത് കുറേ ആയിരിക്കും ഫ്രീസറിൽ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തു കൊടുത്തതിന് ശേഷം ഇനി ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് ഇങ്ങനെ കട്ട പിടിച്ച് കുത്തി ഇതാക്കിയിട്ട് ഇരിക്കുകയൊന്നുമില്ല. അത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് പെട്ടെന്ന് തന്നെ ഫ്രീസറിലേക്ക് എടുത്ത് വെക്കുകയും ചെയ്യുക. ഞാൻ കുറച്ച് ആവശ്യമുള്ളത് എടുത്തതിന് ശേഷം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുരുവോട് കൂടിയിട്ടാണ് ചക്ക ഫ്രീസറിൽ വെച്ചിട്ടത്. നമ്മൾ ഈ കുരുവോട് കൂടിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുരുവിനും ഒരു കേടും പറ്റില്ല, ചുളയ്ക്കും ഒരു കേടും പറ്റില്ല. ഒരു 6-7 മാസമൊക്കെ നമുക്കത് ഒരു കേടും ഇല്ലാതെ തന്നെ ഇരുന്നോളും. വേണ്ട, കുരു ഇത്ര വരെയായിട്ട് ഒരു കേടും വന്നിട്ടില്ല. ഇതിങ്ങനെ ഡപ്പിയിലാക്കിയിട്ട് ഞാൻ ഫ്രീസറിലേക്ക് വെക്കുന്നുണ്ട്. ചക്കച്ചോള കുക്കറിലിട്ടത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ച് 2 വിസിൽ അടുപ്പിച്ച് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്തതിന് ശേഷം അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഇങ്ങനെ തുറന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെല്ലം ഒന്ന് ഉരുക്കി എടുക്കണം. വെല്ലം കല്ലെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചൊഴിക്കുക. ഇതിലിപ്പോൾ ഒരുപാട് ആർഭാടും വേറുള്ളതൊന്നും ഞാൻ ചെയ്യണില്ല കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ, നമുക്ക് പെട്ടെന്നൊന്ന് കുടിക്കണം തോന്നി ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ചക്കപ്പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെല്ലം ഒഴിച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാനതിലേക്ക് 1 ടേബിൾ സ്പൂൺ, ഇത് കുറച്ച് ചക്ക കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ നിറച്ചും അരിപ്പൊടി എടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. കലക്കിയെടുത്ത് നമ്മൾ അരിപ്പൊടി ഒഴിച്ചുമ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കുള്ളൂ. കുറച്ച് നേരം ഇളക്കുമ്പോഴേക്കും തന്നെ പായസം നന്നായി കുറുകി വരും. ഒരു കയ്യിൽ ഫോണും ഒരു കൈയായിട്ട് ഇളക്കലും പാടാകുമ്പോൾ കുക്കർ മറിയേണ്ടതായിരുന്നു കേട്ടോ. പിന്നെ ഞാനവിടെ ഫോണവിടെ വെച്ചിട്ട് കുക്കറൊക്കെ നേരാക്കിയതിന് ശേഷം അത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇളക്കി കൊടുത്ത് അതൊക്കെ നന്നായി വെന്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ ഇടുന്നത് കുറച്ച് ചുക്കുപൊടിയാണ് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ ചുക്കുപൊടിയാണ്. അതുപോലെ ഞാൻ ഒഴിച്ച വെല്ലത്തിൽ ആ വെല്ലത്തിൽ കുറച്ച് ഏലക്കായൻ്റെ ഫ്ലേവർ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചിട്ട് ഏലക്കായ ഇടുന്നില്ല. അതെന്താണാവുക, ആ വെല്ലത്തിൽ ഏലക്കായൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട്. ചുക്കുപൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഫ്ലെയിം ഓഫാക്കി വെച്ച്. പിന്നെ എനിക്ക് ഇങ്ങനെ കഴിക്കാൻ തേങ്ങ ഇട്ടിട്ട് കഴിക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം. നമ്മുടെ കുട്ടികൾ തേങ്ങാപ്പാൽ ഒഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് എനിക്ക് വേണ്ടി കുറച്ച് എടുത്തതിന് ശേഷം തേങ്ങ ഇട്ടിട്ട് ഞാൻ കഴിക്കുകയാണ്. പിന്നെ അവർ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് അവർ കഴിച്ചത്. ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും
ഈ റെസിപ്പി ഉണ്ടാക്കി ഇഷ്ടമായി പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം ഒന്നും മറന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും കൊണ്ട് ഓക്കെ താങ്ക് യു ബൈ.